നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കേരളം 5 വർഷം ഭരിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലും ഗവേഷണത്തിലും ഓരോ കരുക്കൾ നിൽക്കുന്ന ഒരു തിരക്കിലായിരിക്കും 3 പാർട്ടിക്കാരും. കൂടാതെ ഈ സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് കളം മാറി ചവിട്ടുന്ന രീതികളുമുണ്ട്. അതായത് LDF-ൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നേതാക്കളോ അണികളോ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകാറുണ്ട്. UDF-ൽ നിന്നും അതേപോലെ നേതാക്കളോ ഏതെങ്കിലും അണികളോ ഒക്കെ നേരെ BJP-യിലേക്ക് പോകാറുണ്ട്. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ സിനിമാ നടന്മാർ അല്ലെങ്കിൽ സിനിമാ നടിമാർ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ BJP-യിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലോ വന്ന് അംഗത്വം എടുക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം എന്നൊക്കെ പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കുറച്ച് വർഷത്തിന് മുന്നേ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കപ്പലിൽ വെള്ളം കയറി തുടങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈപ്പത്തി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കോൺഗ്രസ് മാറുന്നത്. കാരണം കോൺഗ്രസിനെ നേരവണ്ണം നോക്കാൻ ആരും തന്നെ ഇല്ല എന്നത് മറ്റൊരു കാര്യം. ഇവിടെ പറഞ്ഞു വരുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രിയ നേതാക്കന്മാരെ അല്ലെങ്കിൽ ജനപ്രിയ ആയിട്ടുള്ള സിനിമാ നടന്മാരെ ഈ BJP മിക്കവാറും കളത്തിലിറക്കി കളിക്കുന്ന ഒരു രീതിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നിലവിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ 8-ന് കുറ്റവിമുക്തനാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ദിലീപിനെ അതോടൊപ്പം തന്നെ മറ്റു 3 പ്രതികളെയും വെറുതെ വിട്ടത്. അതേസമയം പ്രധാന പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പേർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. വിധി പുറത്തു വന്ന ഉടനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം ദിലീപിന് പിന്തുണയുമായി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും IT സെൽ പ്രവർത്തകരിൽ നിന്നും ശക്തമായ ഒരു പിന്തുണ BJP ദിലീപിന് നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കോടതിയാണ് ശരിവെക്കേണ്ടത്, സോഷ്യൽ മീഡിയ അല്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വൈറലായി. മുൻ DGP-യും ഇപ്പോൾ BJP നേതാവുമായ TP സെൻകുമാർ BJP-ക്കെതിരെ തെളിവില്ലാതെ പ്രതി ചേർത്തുവെന്ന് പ്രതികരിച്ചത് ഈ സംഭവങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. അതായത് BJP ദിലീപിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നതാണ് അർത്ഥം. BJP സഹയാത്രികനായ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ദിലീപിന് അനുകൂല പ്രതികരണവുമായാണ് രംഗത്തെത്തിയത്. BJP നേതാക്കളിൽ നിന്ന് ദിലീപിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നില്ല എന്നതും ചർച്ചാ വിഷയമാണ്. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ചപ്പോഴാണ് വ്യത്യസ്ത നിലപാട് BJP-യെ അനുകൂലിക്കുന്നവരിൽ നിന്നും ഉണ്ടായത്. ദിലീപിന് BJP-യുടെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണ ഉണ്ടായതോടെ നടന്റെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് BJP-യുടെ സുരേഷ് ഗോപി വിജയിച്ചത് മലയാള സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ തെളിയിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ശേഷം മറ്റൊരു മുൻനിര താരം കൂടി BJP-യിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ സജീവമാണ്. ഇതുവരെ BJP-യിൽ നിന്നോ ദിലീപിൽ നിന്നോ ദിലീപുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ദിലീപിന്റെ ആരാധകർ ഇത്തരം ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും കേസിന്റെ വിധി ഇപ്പോഴും വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവേശനം അത്ര എളുപ്പമാകില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതിജീവിതയും അതോടൊപ്പം തന്നെ സർക്കാരും വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സാധ്യത ഉണ്ട്. ഉടൻ തന്നെ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലുമാണ്. വിധിക്ക് പിന്നാലെ സിനിമയിൽ കൂടുതൽ സജീവമാകാനാണ് ദിലീപ് ശ്രമിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. കേസിന് ശേഷമുണ്ടായ തുടർ പരാജയങ്ങൾ നടന്റെ കരിയറിനെ ബാധിച്ചിരുന്നു. റിലീസായ പുതിയ സിനിമയെ പ്രതീക്ഷയോടെ കാണുന്ന ദിലീപ് സിനിമയിൽ തുടരുമോ അതോ BJP-യുമായി സഹകരിച്ച് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുമോ? അതായത് ഇപ്പോൾ വിജയ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാനുള്ള നീക്കമാണോ ഇപ്പോൾ ദിലീപ് നടത്തുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവും, അവിടുന്ന് തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പോൾ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇനി എന്താണോ പറയുന്നത് അത് ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തമായ ഒരു
നീക്കത്തിലേക്ക് BJPക്കോ അല്ലെങ്കിൽ ദിലീപിനോ കടക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം.